യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹത്തെ അറിയിക്കുന്നു. I thank the Lord for this day and I welcome each and everyone who is coming to this service in the name of our Lord Jesus Christ who is coming soon. ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് ദിവസത്തിലായിരിക്കാൻ ദൈവത്തെ സ്തുതിക്കുവാൻ ആരാധിക്കാൻ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരട്ടെ. Let it be a great blessing for each one of us to come and worship the Lord after a gap of a week. ഇന്ന് പൽക്കാലം നമ്മൾ വായിക്കുവാനിടയായി തീർന്ന 146 സങ്കീർത്തനമാണ്. അതിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Today we have read from Psalm 146. Let's repeat verses 1 and 2 from that psalm. യഹോവയെ സ്തുതിക്കും, ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിനെ കീർത്തനം ചെയ്യും. Praise the Lord. Praise the Lord, O my soul. While I live, I will praise the Lord. I will sing praises to my God while I have my being. ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ കാണുവാനിടയായി തീർന്നത് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് യെരുശലേമിൻ്റെ മതിലുകൾ പണിയുന്ന സമയത്ത് അവർ പാടി ദൈവത്തെ ആരാധിച്ച ഒരു സങ്കീർത്തനമെന്ന് കാണുവാനിടയായി തീരും. Biblical scholars comment that this psalm was most probably written while they were rebuilding the walls of Jerusalem. അതുപോലെ ലഭിച്ച സഹായത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയും, സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ് 146 സങ്കീർത്തനം. It is a psalm of thanksgiving and a thanks for all the divine grace and favor that has been bestowed on them. ഹല്ലേലൂയ. ആദ്യം തന്നെ കാണുന്നത് യഹോവയെ സ്തുതിപ്പീൻ. അത് മാത്രമല്ല എൻ്റെ മനത്തോട് പറയുകയാണ്, മനമേ നീ എന്ത് ചെയ്യണം, അടങ്ങിയിരിക്കരുത്. ദൈവം ചെയ്ത ഉപകാരങ്ങളെ നന്മകളെ ഓർത്തുകൊണ്ട് ഞായറാഴ്ച കടന്നു വരുമ്പോൾ എന്ത് ചെയ്യണം, സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവാനിടയായി തീരണം. The psalm opens with the phrase praise the Lord and then it goes on to say praise the Lord, O my soul, bringing into remembrance all the good things and blessings that the Lord has done for us in times past. അത് ഞായറാഴ്ച മാത്രമല്ല, അടുത്ത വാക്കിൽ വായിക്കുന്നത് എൻ്റെ ജീവനുള്ള കാലത്തോളം. ഹല്ലേലൂയ. ഒരു ദൈവമക്കള് ഞായറാഴ്ചയല്ല, ദൈവം ഹല്ലേലൂയ നല്ല അവസരങ്ങൾ ഒരുക്കുമ്പോൾ മാത്രമല്ല നമ്മുടെ ജീവകാലം മുഴുവനും നമ്മൾ ദൈവത്തെ സ്തുതിക്കുവാൻ കടപ്പെട്ടവരാണ്. And it's not just a praise on a Sunday, but it's rather a praise given all throughout our lives as given in verse 2. വീണ്ടും പറയുന്നത്, ഞാൻ ഉള്ള കാലത്തോളം ദൈവത്തിന് കീർത്തനം പാടും. ആ ദൈവം സ്നേഹിച്ച മഹാസ്നേഹത്തെ ഓർത്ത് കഴിയുമ്പോൾ എങ്ങനെ നമ്മൾ ദൈവത്തെ സ്തുതിക്കാതിരിക്കുവാനിടയായി തീരും. And it goes on to say, I will sing praises to my God as long as I have a being. So how can we stop praising the Lord as long as we exist? ഇന്നലെ വൈകിട്ട് നമ്മൾ കേട്ടതുപോലെ യേശു കർത്താവ് ജീവനുള്ള ദൈവമെന്ന് പിതാവാം ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്ന ആ കൃപയെ ഓർത്ത് ദൈവത്തിന്റെ കാര്യങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ. Let us praise the Lord for making us understand that Jesus Christ is a living God. ഹല്ലേലൂയ. അടുത്ത 3-ാമത്തെ വാക്യത്തിലേക്ക് വായിക്കാം. Let's go to verse 3 please. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. Do not put your trust in princes, nor in a son of man in whom there is no help. പലപ്പോഴും നമ്മൾ ലോകത്തിലായിരിക്കുമ്പോൾ പ്രഭുക്കന്മാരുടെ മുഖത്തേക്ക്, സമ്പത്തുള്ളവർ കഴിവുള്ളവരുടെ മുഖത്തേക്ക് നമ്മൾ നോക്കുവാനിടയായി തീരും. എന്നാൽ സങ്കീർത്തനം പ്രകാരം പറയുന്നത് ഹല്ലേലൂയ, അവർക്ക് സഹായിക്കാൻ ഒരു പരിധിയുണ്ട്. പലപ്പോഴും അവർ കൈമലർത്തി കാണിക്കും. എന്നാൽ സഹായം വരുന്ന ഉയരത്തിലേക്ക്, പർവ്വതങ്ങളിലേക്ക്, ദൈവസ്ഥനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാലത്ത് നമ്മൾ ദൈവം തള്ളിക്കളയത്തിൽ ഉപേക്ഷിക്കത്തില്ല. Many a times in our lives we put our trust in princes and the rich and the powerful, but oftentimes they refuse to help us, or there are finite limits to how much they can help. But if we put our trust in the heights of heaven, then we will never be put to shame. എന്തുകൊണ്ട് മനുഷ്യപുത്രന്മാർ ആശ്രയിക്കില്ലെന്നാണ് അടുത്ത വാക്യം വായിക്കുന്നത്. 4-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. Let's go to verse 4 where we see why we should not put our trust in the Son of Man. അവൻ്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു, അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. His spirit departs, he returns to his earth. In that very day his plans perish. മനുഷ്യരിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്താ മനുഷ്യന്റെ ആയുസ് പെട്ടെന്ന് പോകുന്നത് നമുക്കറിയത്തില്ല. If you put your trust in a son of man, you do not know when his life will end. കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയയുടെ കാണുവാനിടയായി തീർന്നു. ഒരു പ്രൈവറ്റ് ബസ് ഓടിച്ചുകൊണ്ട് പോകുന്നു, അതിനകത്ത് നിറച്ച് ആൾക്കാരുണ്ട്. പെട്ടെന്ന് ആ ഡ്രൈവറിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുവാനിടയായി തീർന്നു. തൊട്ടടുത്ത് തന്നെ ഒരു കിളിയിരിപ്പുണ്ടായിരുന്നു. പുള്ളി പെട്ടെന്ന് കടന്നു വന്ന് ബ്രേക്ക് കൈകൊണ്ട് പെട്ടെന്ന് കുനിഞ്ഞ് നിർത്തുവാനിടയായി തീർന്നു. വലിയ ആക്സിഡൻറ്റ് വിടുവിച്ചു. എന്നാൽ ആ ഡ്രൈവർ പെട്ടെന്ന് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. The other day I saw on social media that a private bus was being driven by a healthy person, and suddenly he had a heart attack, and one of the cleaners had to come in and put emergency brakes on to stop and avert an accident. ഏത് സമയത്താ നമ്മൾ ജോലിയിലായിരിക്കുമ്പോഴോ യാത്രയിലായിരിക്കുമ്പോഴോ കിടന്നുറങ്ങുമ്പോഴോ ഏത് സമയത്താ പെട്ടെന്ന് നമ്മുടെ ജീവൻ പോകുന്നതെന്ന് ആർക്കും അറിയത്തില്ല. എന്നാൽ ഇതുകൊണ്ടാണ് പറയുന്നത്, മനുഷ്യൽ ആശ്രയിക്കരുത്, അവൻ പെട്ടെന്ന് മണ്ണിലേക്ക്, ഈ മണ്ണിൽ നിന്ന് നമ്മൾ എടുത്തതാണ്, ആ മണ്ണിലേക്ക് നമ്മൾ അലിഞ്ഞു ചേരുവാനിടയായി തീരും.
No one knows the time of their deaths. It could be while you are at work, it could be while you're sleeping. But one thing is certain, we will return to the earth one day. എന്നാൽ ദൈവ മക്കൾക്ക് എപ്പോഴും ഒരു പ്രത്യാശയുണ്ട്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ മറഞ്ഞിരിപ്പാനിടയായി തീരും. But there is a sure and certain hope for each child of God that when we die, our soul will be, our spirit will be eternally bound up with that of Christ. എവിടെ വെച്ച് മരിക്കുന്നു എന്നുള്ളതല്ല, എവിടേക്ക് പോകുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. It does not matter where we die, it only matters where our soul is, where our spirit is headed. ഇവിടെ വായിക്കുവാനിടയായി തീരുന്നത് മനുഷ്യന്റെ നിരൂപണങ്ങൾ പലപ്പോഴും ഇവിടം കൊണ്ട് നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിചാരങ്ങൾ, അടുത്ത ദിവസങ്ങൾ ചെയ്യുവാൻ നമ്മൾ കണക്കൂട്ടി വെച്ച അനേക കാര്യങ്ങൾ, ഹല്ലേലൂയ, ഒരു മനുഷ്യന്റെ ശ്വാസം പോയി കഴിഞ്ഞാൽ അവിടെ കൊണ്ട് നിലയ്ക്കുവാനിടയായി തീരും. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഹല്ലേലൂയ, ദൈവം നമ്മളെ വഴി നടത്തുവാനിടയായി തീരും. Here we read that when a person dies, that very day his plan might perish. But if we put our trust in God, then God will keep us in his guidance and in his help. അടുത്ത 5-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനിടയായി തീരും, ഹല്ലേലൂയ, സ്തോത്രം, ആരിൽ ആശ്രയിക്കണമെന്ന് നമുക്ക് വായിക്കാം. In verse 5 we see whom we should trust and whom we should depend on. യാക്കോബിൻ്റെ ദൈവം സഹായമായി തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. Happy is he who has the God of Jacob for his help, whose hope is the Lord his God. നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ യാക്കോബിൻ്റെ കാര്യങ്ങളെപ്പറ്റി പറയുകയാണ്. ഹല്ലേലൂയ, അവിടെ ദൈവം എന്നറിയാമോ സഹായത്തിനായിട്ട് ഇറങ്ങി വരും. മാത്രമല്ല ആ ദൈവത്തിൽ പ്രത്യാശ വെക്കുന്ന ഒരുത്തരും ഇടറിപ്പോകുവാനിടയാകത്തില്ല. Anyone who puts their trust in the God of Jacob, he will always find eternal help and his hope will never be put to shame. 7-ാമത്തെ വാക്യം തൊട്ട് താഴോട്ട് നമുക്ക് കാണുവാനിടയായി തീരും ദൈവം ആർക്കെല്ലാം ആശ്രയമായി കൂടെ ഇരിക്കും. നമുക്ക് വായിക്കാം. From verse 7 onwards we can see whom the Lord helps. പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു, വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ പലപ്പോഴും പീഡിതന്മാരെ വീണ്ടും പീഡിപ്പിക്കുവാൻ മനുഷ്യൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ദൈവം അങ്ങനെയല്ല. ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പീഡിതനൊരു അഭയസ്ഥാനമായി, ആശ്രയമായി ദൈവം നമ്മോട് കൂടെയുണ്ട്. Oftentimes when a person is oppressed, other people do not try to help him but rather try to oppress him even more. But when they put their trust in the Lord, then the Lord will give you a way out. അടുത്ത വാക്യത്തിൽ വായിക്കുന്നത് വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം കൊടുക്കും. ഇന്ന് പൽക്കാലം ആത്മീകമാകുന്ന വിശപ്പുള്ളവർക്ക് ആത്മീയ ആഹാരം കൊടുക്കുവാൻ അവൻ്റെ പക്കലുണ്ട്. ഭൗതികമായി വിശപ്പുള്ളവർക്ക് യേശു ലോകത്തിലായിരുന്നപ്പോൾ 5 അപ്പവും 2 മീനും എടുത്ത് വാഴ്ത്തി അവരുടെ വിശപ്പുകളെ തീർക്കുവാനിടയായി. ഏത് ആവശ്യത്തോടെ ആഗ്രഹത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നോ ആ ആഗ്രഹത്തെ അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. In the next line we read that the Lord gives food to the hungry. So today if you are here with spiritual hunger, then the Lord is capable of satisfying your spiritual hunger. And if you are here with a physical hunger, then you are worshipping a God who fed 5,000 with 5 loaves and 2 fish. അടുത്ത് വായിക്കുന്നത് ബദ്ധന്മാരെ അവൻ അഴിച്ചുവിടും. ഇന്ന് പൽക്കാലം ആത്മികമായി ഹല്ലേലൂയ ആരാധിക്കുവാൻ കഴിയാതെ പിശാച് ബന്ധിച്ചിരിക്കുന്ന ഏതെങ്കിലും ബന്ധനമുണ്ടെങ്കിൽ ആരാധന മധ്യേ നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കുമ്പോൾ ആ സ്വർഗത്തിലെ ശക്തി ഇറങ്ങി വന്ന് ഹല്ലേലൂയ എത്ര നാളുകളോ വർഷങ്ങളോ ദിവസങ്ങളായി ബന്ധിച്ചിരിക്കുന്ന ബന്ധനത്തെ ദൈവത്തിൻ്റെ ആത്മാവ് അതിനെ അഴിച്ചു കളയുവാൻ സർവശക്തനായ ദൈവമാണ്. Today if you are in a spiritual bondage that you cannot worship the Lord in freedom, then the Lord is capable of giving freedom to the prisoners, and that includes losing all the spiritual bondages that stops you from worshiping him. 8-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. Let's go to verse 8 please. യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു, യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു, യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു. The Lord opens the eyes of the blind. The Lord raises those who are bowed down. The Lord loves the righteous. നമ്മുടെ കർത്താവ് ചെയ്യുന്ന അടുത്ത കാര്യമാണ് കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നത്. ഈ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ ഹല്ലേലൂയ അനേക കുരുടന്മാർക്ക് കൃത്യമായി അനേക കുരുടന്മാർക്ക് എന്നറിയാമോ കാഴ്ച കൊടുക്കുവാനിടയായി തീർന്നു. അതുപോലെ ആത്മീകമായി ദൈവത്തെ കാണുവാൻ കഴിയാതെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിക്കാതിരിക്കുന്ന അനേക കുരുടന്മാർ ലോകത്തിൽ നമ്മുടെ ബന്ധക്കാർ ചാർച്ചക്കാർ തപ്പി നടക്കുന്നുണ്ട്. അവരുടെ അടുക്കിലേക്ക് കാഴ്ച ലഭിച്ച നമ്മൾ ഓരോരുത്തരും കടന്നു എന്ന് ഈ വചനം പറയുമ്പോഴുണ്ടല്ലോ ആത്മീയ കണ്ണുകളെ അവർക്ക് തുറക്കുവാനിടയായി തീരും. We worship a Lord who's capable of opening the eyes of the blind, as he did many times when Jesus was on this earth, starting from Bartimaeus onwards. So when we see other people around us, our friends and relatives who have their inner eyes blinded, then when we preach the gospel to them, the Lord is capable of opening their inner eyes and let them see the gospel. അടുത്ത് കാണുവാനിടയായി തീർന്ന് കുനിഞ്ഞിരിക്കുന്നവരെ അവൻ നിവർത്തുന്നു. ഇന്ന് പകൽക്കാലം യഥാർത്ഥമായി ക്രിസ്തുവിനെ കാണുവാൻ കഴിയാതെ
ഭൂമിയിലുള്ളത് മാത്രം കണ്ട് ജീവിക്കുന്ന അനേകം പേരുണ്ട്. ഹാലലു കൃപയാൽ യേശുവിനെ കാണുവാനുള്ള ഹാലലു ഭാഗ്യം നമുക്ക് ലഭിക്കുവാൻ ഇടയായി തീർന്നു. യേശു കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ കൂനിയായ ഒരു സ്ത്രീ അവൻ്റെ അടുക്കിലേക്ക് കടന്നു ചെന്നപ്പോൾ യേശു കരം വെച്ച് അവളെ സൗഖ്യമാക്കുവാൻ ഇടയായി തീർന്നു. Here we read in the next line that the Lord raises those who are bowed down. Today, if you are bowed down and not capable of seeing the true spiritual picture around you, then the Lord is capable of raising you up and helping you see the true spiritual nature of the things around you, just as He did for an old lady who did when He was on this earth. അടുത്ത വായിക്കുന്നത് നീതിമാന്മാരെ സ്നേഹിക്കുന്ന ദൈവം. നമ്മുടെ ജീവിതത്തിൽ നീതി ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, നീതിയോടെ കൃപയോടെ നമ്മൾ നടക്കുന്നുവെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന കാണുന്ന ഒരു ദൈവമുണ്ട്. അതിന് തക്കവണ്ണം അനുഗ്രഹങ്ങളെ പരുന്ന ദൈവത്തെയാണ് ഇന്ന് പൽക്കാലം നമ്മൾ ഓരോരുത്തരും ആരാധിക്കുന്നത്. കരങ്ങളെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. Today you're worshiping a Lord who loves the righteous. Today if you're walking in righteousness, then the Lord is capable of seeing the righteousness in your actions and to bless you and guide you accordingly. 9ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Let's go to verse 9, please. യഹോവ പരദേശികളെ പരിപാലിക്കുന്നു, അവൻ അനാഥനെയും വിധവയെയും സംരക്ഷണം ചെയ്യുന്നു, എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ മറിച്ചു കളയുന്നു. The Lord watches over the strangers. He relieves the fatherless and the widow, but the way of the wicked He turns upside down. പ്രൈസ് ദി ലോർഡ്. അടുത്ത കാണുന്നത് പരദേശികളെ പാലിക്കുന്ന ഒരു ദൈവം. നമ്മൾ ഈ ലോകത്തിൽ കടന്നു വന്ന് സിറ്റിഷിപ്പ് കിട്ടിയാലും വീട് വാങ്ങിച്ചാലും എന്തെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ പരദേശവാസികളാണ്. ഇതെല്ലാം വിട്ടിട്ട് പോകേണ്ടതാണ് ഒരു ദിവസം. ഹല്ലേലൂയ. നിത്യതയിൽ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഹല്ലേലൂയ പണിതിരിക്കുന്ന ഒരു ഭവനമുണ്ട്. അത് മാത്രമേ സ്ഥിരമായിട്ടുള്ളൂ നമ്മുടെ ജീവിതത്തിൽ. Here we read that the Lord watches over strangers. No matter if you are a citizen or no matter if you have your own house, you are still a stranger in this world, because we live in an expectation and hope that one day we will reach our eternal home. ലോക മനുഷ്യർ അനാഥരെയും വിധവരെയും പലപ്പോഴും കൈക്കൊള്ളാതെ ഇരിക്കുമ്പോൾ നമ്മുടെ ദൈവമായ കർത്താവ് അപ്രകാരമുള്ള ദൈവമല്ല. അനാഥരെയും വിധവരെയും സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പൽക്കാലം ഞാൻ നിങ്ങളും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. When the world turns its back on the fatherless and the widow, we worship a Lord who completely accepts and brings closer the fatherless and the widow and provides for them. അടുത്ത വാക്യം, നീതിമാന്മാരെ സ്നേഹിക്കുന്ന ദൈവം ദുഷ്ടന്മാരുടെ വഴി ഓരോ ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ വഴി അവർ ചിന്തിച്ചിട്ട് അതിലൂടെ സൂത്രം അന്വേഷിച്ച് നടക്കുമ്പോൾ ആ വഴികളെ ദൈവം അറിയാമോ മറിച്ച് കളയുവാനിടയായി തീരും. In the next line we read that the Lord carefully watches over the wicked and catches them in their own craftiness and turns their ways upside down. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മൾ ദൈവമക്കളാണെങ്കിലും ഇന്ന് രാത്രി കേട്ടതുപോലെ പിശാച് ദൈവമക്കളുടെ ഹൃദയത്തിൽ എന്നറിയാമോ ദുഷ്ടചിന്താഗതി കൊണ്ടിടുവാനിടയായി തീരും. അത് മനസ്സിലാക്കി അതിനെ ശാസിച്ച് ദുഷ്ടന്റെ വഴി കൂടെ പോകാതെ ദൈവത്തിന്റെ വഴിയുടെ പോകുവാൻ നമ്മളെ സമർപ്പിച്ചു കൊടുക്കുവാനിടയായി തീരണം. As we heard yesterday, you might be a child of God, but there is always a possibility that the devil might insert his thoughts into you. But you should be vigilant and not allow that to happen, and put yourself in submission to God and His Holy Spirit. 10ാമത്തെ വാക്യം നമുക്ക് നോക്കാം. Let's go to verse 10, please. യഹോവ എന്നേക്കും വാഴും, സിയോനെ നിന്റെ ദൈവം തലമുറ തലമുറയോളം തന്നെ യഹോവയെ സ്തുതിപ്പീൻ. The Lord shall reign forever. Your God a sign to all generations. Praise the Lord. അവസാനത്തെ വാക്യം വായിക്കുന്നത് ദൈവം വാഴുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മൾ ആരാധിക്കുന്ന ദൈവം. അതുമാത്രമല്ല, സിയോനെ നമ്മുടെ ദൈവം തലമുറ തലമുറ തന്നെ. നമ്മൾ ആരാധിക്കുന്ന ദൈവം, സ്തുതിക്കുന്ന ദൈവം തലമുറ തലമുറയായിരിക്കും. ഇന്ന് അല്പം നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ദൈവം ഹല്ലേലൂയ ഒരു ജനറേഷൻ കൊണ്ട് മാത്രം തീരുന്നതല്ല. നമ്മൾ ദൈവത്തെ വിശുദ്ധിയോടെ വേർപാട് ആരാധിക്കുന്നുവെങ്കിൽ തലമുറ തലമുറയായി നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. Here we read in verse 10 that the Lord shall reign forever. So His reign is not a short reign, but rather it is a reign that lasts from generation to generation, and He is capable of being faithful to you and keep you safe throughout your generations. അതുകൊണ്ട് ഇവിടെ സംഗീതത്തിൽ എഴുതിയിരിക്കുന്നത് ഒന്നാമത് നമ്മൾ തലമുറ തലമുറയായി ദൈവം നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യണം? സ്തുതിക്കുവാൻ ഇടയായി തീരണം. ഹല്ലേലൂയ. തലമുറ തലമുറയെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിരിക്കുവാനല്ല, നമ്മുടെ ആദരങ്ങളിൽ നിന്ന് സ്തുതിക്കുമ്പോൾ നമ്മൾ സ്തുതിക്കുന്നത് കണ്ട് നമ്മുടെ തലമുറ ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയായി തീരും. Here we read from the Psalm that if you want the Lord to bless you and your generations, then you should not keep silent, but rather you should praise the Lord. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. Let's go to Genesis chapter 9 verses 11 onwards, please. ഇനി സകല ജഡവും ജലപ്രളയത്താൽ നശിക്കുകയില്ല, ഭൂമിയെ നശിപ്പിപ്പാൻ ഇനി ജലപ്രളയം ഉണ്ടാകുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് ഒരു നിയമം ചെയ്യുന്നു. പിന്നെയും ദൈവം അരുളി ചെയ്തത്, ഞാനും നിങ്ങളോടുകൂടിയുള്ള സകല ജീവജന്തുക്കളും തമ്മിൽ തലമുറ തലമുറയോളം സദാകാലത്തേക്കും ചെയ്യുന്ന നിയമത്തിൻ്റെ അടയാളമാവിത്.
Thus I establish my covenant with you. Never again shall all flesh be cut off by the waters of the flood. Never again shall there be a flood to destroy the earth. And God said, this is the sign of the covenant which I make between me and you and every living creature that is with you for perpetual generations. ദൈവം ചെയ്യുന്ന നിയമങ്ങൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തീരുന്നതല്ല. ജലപ്രളയത്തിന് മുഖാന്തരം ഭൂമിയെ മുഴുവൻ നശിച്ചപ്പോൾ ഹല്ലേലൂയ, യഹോവ ദൈവം പറയുകയാണ്, ഞാനൊരു നിയമം ചെയ്യും. എന്താണെന്നറിയാമോ? വില്ല്, മഴവില്ല് അടയാളമായി വയ്ക്കും. ഇന്നും അല്ലെ നമുക്ക് കാണുവാനിടയായിത്തരും. അനേക തലമുറകൾ കടന്നു പോയിട്ടും ഇന്നും ദൈവം ചെയ്ത നിയമമുണ്ടല്ലോ. മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം, ആ വില്ല് കാണുവാനിടയായിത്തരും. ദൈവത്തിൻ്റെ നിയമങ്ങൾ ഒരിക്കലും മാറിപ്പോകുന്നില്ല. എന്നാൽ പലപ്പോഴും മനുഷ്യരായ നമ്മൾ പല നിയമങ്ങൾ ഉടമ്പടി എടുത്തിട്ട് ദൈവസ്ഥലം നമ്മൾ പുറകോട്ട് പോകാറുണ്ട്. The covenants that the Lord makes, they are permanent and stays forever, and they last throughout all generations. Just as the Lord made the rainbow as a perpetual sign of the covenant between humankind and himself, which remains to this day, so the Lord's covenants last forever. We look up toward on a rainy day and we can see the sign of the covenant that the Lord made that day, which is a rainbow, which is a promise that the Lord will not destroy the earth by flood from that point forward in time. 12ാമത്തെ വാക്യത്തിൽ വാക്യത്തിൽ പിന്നെ ദൈവം അരുളി ചെയ്തത്, ഞാനും നിങ്ങളും ഹല്ലേലൂയ സകല ജന്തുക്കളും തമ്മിൽ ഒന്നോ ദിവസമല്ല തലമുറയോളം സദാകാലത്തേക്കും ചെയ്യുന്ന ഒരു നിയമമാണ് ദൈവം ചെയ്തിരിക്കുന്നത്. In verse 12 we read that the sign of the covenant is not just for 1 or 2 days, but rather it is between him and his living creatures from that time forward in perpetuity. പലപ്പോഴും നമ്മൾ ദൈവസ്ഥനിൽ നമ്മൾ അവിശ്വസ്തരായി ദൈവത്തെ സ്തുതിക്കുകയോ പ്രാർത്ഥിക്കുകയോ ദൈവനാമത്തോട് കൊടുക്കുകയോ ചെയ്യാതെ ആരാധന കടന്നു വരാതെ പലപ്പോഴും നമ്മൾ പല കാര്യത്തിൽ പുറകോട്ട് പോകാറുണ്ട്. എന്നാൽ ദൈവം ചെയ്തിരിക്കുന്ന നിയമങ്ങളുണ്ടല്ലോ, അതിനൊരിക്കലും മാറ്റമില്ല. അവൻ തക്ക സമയത്ത് ഭൂമിയെ സന്ദർശിച്ച് മഴ കൊടുക്കുവാനിടയായി തീരും. തക്ക സമയത്ത് നമുക്ക് ആഹാരം നൽകുവാനിടയായി തീരും. ഓക്സിജൻ നൽകി ഒന്നിനും കുറവില്ലാതെ ദൈവം അതാത് സമയത്ത് ഓരോന്നും നൽകുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഇടയായി തീരണം. Oftentimes we are faithless towards the Lord and backslide from the covenants and the agreements that we make with him, but the Lord is faithful and he will always be faithful to the covenants that he made. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളിലേക്ക് കടന്നു വരാം. Let's go to Exodus chapter 40 verses 13 and 14 please. അഹരോനെ വിശുദ്ധ വസ്ത്രം ധരിപ്പിച്ച് എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവനെ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം. അവൻ്റെ പുത്രന്മാരെ വരുത്തി അങ്കി ധരിപ്പിച്ച് എനിക്കും പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരുടെ അപ്പനെ അഭിഷേകം ചെയ്തതുപോലെ അവരെയും അഭിഷേകം ചെയ്യണം. അവരുടെ അഭിഷേകം ഹേതുവായി അവർക്ക് തലമുറയോളം നിന്റെ നിത്യപൗരോഹിത്യം ഉണ്ടായിരിക്കണം. You shall put the holy garments on Aaron and anoint him and consecrate him, that he may minister to me as priest. And you shall bring his sons and clothe them with tunics. You shall anoint them as you anointed their father, that they may minister to me as priests. For the anointing shall surely be an everlasting priesthood throughout their generations. ഇവിടെ വായിക്കുവാനിടയായി തീർന്ന പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോഴേ യഹോവ ദൈവം പറയുകയാണ്, അഹരോന് വിശുദ്ധ വസ്ത്രം ധരിച്ച് ഹല്ലേലൂയ അവനെ പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി അഭിഷേകം ചെയ്യണമെന്ന്. Here we read that Aaron has been called to put on holy garments and be anointed as a minister to God. ദൈവത്തെ ആരാധിക്കുവാൻ കടന്ന ദൈവമക്കളെ ദൈവം പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. The children of God who have come to worship him, the Lord desires to anoint you with his Holy Spirit. ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ വേർപാടോടെ കടന്നു വരുമ്പോൾ ആ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിപ്പാനിടയായി തീരും. When you come close to God in holiness and separation and purity, then the power of the anointing of the Holy Spirit will come upon you. 15-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരുടെ അപ്പനെ അഭിഷേകം ചെയ്തതുപോലെ ഹല്ലേലൂയ എങ്ങനെ ചെയ്യണം? തലമുറയോളം നിത്യ പൗരോഹിത്യമായി നിൽക്കുവാനിടയായി തീരണം. In verse 15 we read that just as Aaron was anointed, so his sons would be anointed as priests, as an everlasting priesthood throughout their generations. ലേവി കുടുംബത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വിളിച്ചിറക്കുവാനിടയായി തീർന്നു. അത് മുഖാന്തരം ഹല്ലേലൂയ പൗരോഹിത്യ ശുശ്രൂഷ ദൈവം തലമുറയായി വെക്കുവാനിടയായി തീർന്നു. The tribe of Levi was called upon to be ministers, priests to God, and they were called throughout their generations to remain as priests before God. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ ചെയ്തതിനേക്കാൾ അധികം ശുശ്രൂഷ നമ്മുടെ തലമുറകൾ ചെയ്യുവാനിടയായി തീരണമെന്ന്. We should always be prayerful that our children and our succeeding generations will be more useful to God than we were. നമ്മുടെ കുഞ്ഞുങ്ങൾ UK രാജ്യത്ത് വളരുന്നുവെങ്കിലും ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം വായിച്ച് ദൈവത്തിന്റെ കൃപയനുസരിച്ച് നമ്മളെക്കാൾ ഉപരിയായി ദൈവത്തിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാനിടയായി തീരണം.
we should be prayerful that our children, even though they grow up in this country, will have more anointing and more grace than we had. സങ്കീർത്തനം 79-13 വാക്യം നമുക്ക് കടന്നു വരാം. Let's go to Psalm 79 verse 13, please. എന്നാൽ നിന്റെ ജനവും നിന്റെ മേച്ചിൽപ്പുറത്തെ ആടുകളുമായ ഞങ്ങൾ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. തലമുറ തലമുറയോളം ഞങ്ങൾ നിന്റെ സ്തുതിയെ പ്രസ്താവിക്കും. So we, your people and sheep of your pasture, will give you thanks forever. We will show forth your praise to all generations. ആദ്യമായി സങ്കീർത്തനക്കാരോട് പറയുന്നത് ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അത് കണ്ട് തലമുറകൾ ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയായിത്തീരും. Here the psalmist says that we must give thanks to the Lord forever, and seeing that our children and our generations will follow the Lord. അടുത്തത് കാണുവാൻ ഇടയായിത്തീരുന്നത് തലമുറയോളം നിന്റെ സ്തുതിയെ പ്രസ്താവിക്കുവാൻ ഇടയായിത്തീരും. നമ്മൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സ്തുതികളെ പറ്റിയും ദൈവം ചെയ്ത ഉപകാരങ്ങളെ പറ്റിയും നമ്മുടെ തലമുറയോട് പ്രസ്താവിച്ചു കഴിഞ്ഞാൽ അവരെന്നറിയാമോ അടുത്ത തലമുറയോട് കൈമാറ്റം ചെയ്യുവാനിടയായിത്തീരും. In the next line we read, we will show forth your praise to all generations. So when we give thanks to the Lord for all the goodness that He's done for us, and we explain to our kids all the blessings the Lord has given us, then they will start worshiping and praising the Lord. ഇന്നേക്ക് 100 വർഷം മുൻപ് ഹല്ലേലൂയ വെയിൽസിൽ ഇവാൻ റോബർട്ട്സ് ആരംഭിച്ച ആ ഹല്ലേലൂയ തീനാളത്തിൻ്റെ ആ ഉണർവിൻ്റെ ശുശ്രൂഷ തലമുറകൾ കൈമാറുവാൻ കഴിഞ്ഞില്ല. അത് കെട്ടുപോകുവാൻ ഇടയായി. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവസ്ഥലിൽ വിശുദ്ധിയോടെ വേർപാടോടെ ആ തലമുറകൾ കൈമാറാതെ ഇടയ്ക്ക് വെച്ച് അത് സ്റ്റോപ്പ് ആകുവാൻ ഇടയായി തീർന്നു. 100 years ago, there was a great revival in Wales, championed by Ivan Roberts, but he failed to pass on the torch to succeeding generations, and so the revival stopped after a few years. സങ്കീർത്തനം 85-5-6 വാക്യങ്ങൾ വായിക്കാം. Let's go to Psalm 85 verses 5 and 6, please. നീ എന്നും ഞങ്ങളോട് കോപിക്കുമോ? തലമുറയോളം നിന്റെ കോപം ദീർഘിച്ചിരിക്കുമോ? നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? Will you be angry with us forever? Will you prolong your anger to all generations? Will you not revive us again, that your people may rejoice in you? ഇസ്രായേൽ മക്കൾ പാപം ചെയ്തിട്ട് ദൈവസന്നിധി വിട്ടിട്ട് അവർ പുറകോട്ട് പോയി കഴിഞ്ഞപ്പോൾ സങ്കീർത്തനക്കാരൻ ചോദിക്കുകയാണ്, നിന്റെ കോപം തലമുറയോളം നിൽക്കുമോ എന്ന്. When the children of Israel sinned against the Lord and went back from their covenant to Him, the psalmist asked in that context, will you prolong your anger to all generations? ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും സമയമുള്ളപ്പോൾ അത് സ്തുതിക്കാതെ ആരാധിക്കാതെ നമ്മൾ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കോപം നമ്മുടെ മേലല്ല നമ്മുടെ തലമുറ മേലും വരുവാനിടയായി തീരും. If you do not praise and worship the Lord when given the opportunity to do so, then the wrath of God will come upon you, and not just on you but on your succeeding generations as well. അതിൻ്റെ ഉദാഹരണമാണ് ഇസ്രായേൽ മക്കളെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ മിസ്രൈമിലേക്ക് പിടിച്ചുകൊണ്ട് പോകുവാനും ഊഴിയ വിചാരങ്ങൾ അടിമവേല ചെയ്ത് അവർ ജീവിക്കുവാനും ഇടയായി തീർന്നത്. അവിടെ നെടുവീർപ്പുകളും കരച്ചിലും കേട്ട് ദൈവം വീണ്ടും അവർ ഉദ്ധരിപ്പാനും ഇടയായി തീർന്നത്. And the children of Israel being slave laborers in Egypt is a prime example of such wrath coming upon the people. But when they called upon to the Lord to bring them out of their distress, the Lord heard their voice and brought them out of Egypt. അടുത്ത വാക്യ സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? ഹല്ലേലൂയ. വീണ്ടും നമ്മളെ ജീവിപ്പിക്കുന്ന ദൈവമാണ്. ദൈവസ്ഥലിൽ വിശുദ്ധിയോടെ വേർപാടോടെ വ്യവസ്ഥയോടെ കടന്നു വന്നു കഴിഞ്ഞാൽ ഒരു കാലത്ത് നമ്മളെ തള്ളിവിടുന്ന ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. In verse 6 we read, will you not revive us again, that your people may rejoice in you? If you truly call upon the Lord in your backslidings, then He is capable of reviving you and bringing you into an experience of rejoicing in His presence. സങ്കീർത്തനം 89-1 വാക്യം വായിക്കാം. Let's go to Psalm 89 verse 1, please. യഹോവയുടെ കൃപകളെക്കുറിച്ച് ഞാൻ എന്നേക്കും പാടും. തലമുറയോളം എൻ്റെ വായ് കൊണ്ട് നിന്റെ വിശ്വസ്തതയെ അറിയിക്കും. I will sing of the mercies of the Lord forever. With my mouth will I make known your faithfulness to all generations. സങ്കീർത്തനക്കാരൻ പറയുന്നത് ദൈവത്തിന് നൽകിയ കൃപകളെ പറ്റി നമ്മൾ മൗനമായിരിക്കരുത്. അത് പാട്ടിലൂടെയോ ശബ്ദത്തിലൂടെയോ അത് കടന്നു വരുവാനിടയായി തീരണം. Here the psalmist describes the mercies and the graces that the Lord has shown him. If you have received mercies and grace from the Lord, then you should not stay silent, but it should come out in some way, shape or form, whether it be through praises or songs or through your speech. നമ്മൾ ദൈവത്തിന്റെ കൃപകളെ പറ്റി പറയുമ്പോൾ അടുത്ത തലമുറകളും ദൈവത്തിന്റെ കൃപകളെ പറ്റി അവരുടെ വായിൽ നിന്ന് പറയുവാനിടയായിത്തീരും. മാത്രമല്ല ദൈവത്തിന്റെ വിശ്വസ്തതയെ പറ്റി അറിയുവാനും ഇടയായിത്തീരും.
When we praise the Lord for the grace that He has shown us, then our succeeding generations will also listen and start praising the Lord without us telling us them. പല കാര്യത്തിലും നമ്മൾ അവിശ്വസ്തരായിരിക്കുമ്പോൾ നമ്മുടെ ദൈവം അവിശ്വസ്തനാകാതെ വിശ്വസ്തനായി ഇന്നോളം വഴി നടത്തിയോണ്ടാണ് ജീവനുള്ള ദേശത്ത് ഇന്ന് നമ്മൾ ആയിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ അവിശ്വസ്ത മുഖാന്തരം പഴയ നിയമത്തിലെ കോപം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു കഴിഞ്ഞാൽ എന്നേ ഞാനും നിങ്ങളും മാറ്റപ്പെടേണ്ടതായിരുന്നു. Oftentimes we were faithless before God, but the Lord was faithful to us and kept us safe despite our frequent backslidings. If the Lord had treated us according to the actions that we had done, then the Old Testament wrath would have fallen upon us much longer and we would have all been gone from the land of the living. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 50-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Coming to the New Testament, let's read from Luke chapter 1 verse 50, please. അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറയോളം ഇരിക്കുന്നു. And His mercy is on those who fear Him from generation to generation. ഇവിടെ വായിക്കുവാനിടയായി തീർന്നത് ദൈവത്തെ ഭയപ്പെടുന്നവൻ്റെ തലമുറയുണ്ടല്ലോ, അവർക്ക് തലമുറയോളം ദൈവത്തിൻ്റെ കരുണ ഇരിക്കുവാനിടയായി തീരും. Here we read that for those who trust in the mercy, for those who fear the Lord, mercy shall descend on their family from generation to generation. ദൈവസ്ഥലായിരിക്കും ദൈവമക്കളോട് ഓർപ്പിക്കാനുള്ളത്, ദൈവസ്ഥലായിരിക്കുന്ന സമയം ഭയത്തോടെ വിറയലോടെ അവനെ സേവിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല നമ്മുടെ തലമുറയ്ക്കും അനുഗ്രഹത്തിന് കാരണമായി തീരും. I want to remind you, children of God, that when you serve the Lord, serve Him with fear and trembling, not just for blessings for yourselves, but also for blessings towards your children. ഇല്ലാതെ ഭയമില്ലാതെ വിശുദ്ധിയില്ലാതെ വേർപാടില്ലാതെ ഈ ദൈവത്തിൻ്റെ വചനം എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഹല്ലേലൂയ, ഇത് ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ്, അത് നമുക്ക് ശാപമായി തീരുവാനിടയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പെട്ടകം ഹല്ലേലൂയ വ്യവസ്ഥ പ്രകാരം എടുക്കാതെ കാളവണ്ടിയിൽ എടുത്തു കഴിഞ്ഞപ്പോൾ അറിയാമോ, കാള വരണ്ടപ്പോൾ ഉസിയ അതിൽ പിടിക്കുവാനിടയായി തീർന്നു, ഛേദിക്കപ്പെടുവാനിടയായി. ദൈവത്തെ സേവിക്കുന്നുവെങ്കിൽ വിശുദ്ധിയോടെ വേർപാടോടെ വ്യവസ്ഥയോടെ ആയിരിക്കുന്നുവെങ്കിൽ നമുക്ക് നമ്മുടെ തലമുറയ്ക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുവാനിടയായി തീരും. If you follow the Lord in fear and in trembling according to the scriptures, in holiness and purity, then it will be a cause of blessing to you. But if not, it will be a cause of curse to you. Just as Uzzah was destroyed from the presence of the Lord for holding on to the ark of the Lord when he was transporting it against procedure. എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം വായിക്കാം. Let's go to Ephesians chapter 3 verse 21, please. സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറയായും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. To Him be glory in the church by Christ Jesus to all generations forever and ever. Amen. ദൈവത്തിൻ്റെ മഹത്വം എവിടെയൊക്കെ കാണുമെന്നാണ് വായിക്കുന്നത്. ഒന്നാമത് നമ്മുടെ സഭയിൽ കാണുവാനിടയായി തീരും. അതിലുപരിയായി ക്രിസ്തുയേശുവിലും നമ്മുടെ തലമുറയിലും ദൈവത്തിൻ്റെ മഹത്വം. നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ആ മഹത്വം നമ്മളല്ല എടുക്കേണ്ടത്, ദൈവത്തിന് കൊടുക്കുവാനിടയായി തീരും. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യം, ഏത് കാര്യത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയാലും മഹത്വം ദൈവത്തിനായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു സമയത്ത് ദൂതന്മാർ ആ മഹത്വം എടുക്കുവാൻ നോക്കിയപ്പോൾ അവരെ വെട്ടി താഴേക്കിടുവാനിടയായി തീർന്നു. When we are gathered together, the glory must always belong to the Lord. So just as we read here that the glory must always belong to Christ Jesus and to the church and throughout all generations. Praise the Lord. Hallelujah. വീണ്ടും സങ്കീർത്തനത്തിലൂടെ കടന്നു വരും 105-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന നിയമങ്ങളെ അനുസരിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദൈവം ഓർക്കുന്ന ദൈവമാണ്. Praise the Lord. In Psalm 105 we read that for those who fear the Lord will bless them up to 1000 generations. എന്നറിയാമോ, അബ്രഹാമിനും ഇസാക്കിനോടും യാക്കോബിനും ചെയ്ത നിയമത്തെ ഓർത്ത ദൈവം നമ്മളെയും നമ്മുടെ തലമുറയെ ഓർത്ത് അല്ലെങ്കിൽ അധികമായി അനുഗ്രഹിപ്പാനിടയായി തീരും. The Lord will bless your generations just as He blessed the seed of Abraham, Isaac and Jacob. സഭാപ്രസംഗം 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്കിൽ വായിക്കുന്നു, ഒരു തലമുറ മാറിപ്പോകും, മറ്റൊരു തലമുറ വാഴും, ഭൂമി എന്നേക്കും നിലനിൽക്കും. ഒരു തലമുറ മാറിപ്പോയാലും അടുത്തൊരു തലമുറ വന്നാലും ദൈവത്തിൻ്റെ വിശ്വസ്തതയുണ്ടല്ലോ, ഈ ഭൂമിയുണ്ടല്ലോ, അതിന് മാറ്റമില്ലാതെ നിലനിൽക്കുവാനിടയായി തീരും. In Ecclesiastes chapter 4 we read that even though one generation might pass the baton to the next generation, the glory of the Lord will remain from one generation to the next. പാട്ടുകാരൻ പാടി ദൈവത്തെ ആരാധിക്കുന്നത് യാഹേ
യാഹേ നീ എൻ്റെ ദൈവം. ഹല്ലേലൂയ. തലമുറ തലമുറയായി നീ എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയമാണ്. ആമേൻ. നമ്മൾ ആരാധിക്കുകയും ഹല്ലേലൂയ. സ്തുതിക്കുകയും ചെയ്യുന്ന ദൈവമുണ്ടല്ലോ. തലമുറയായി സങ്കേതമായി ബലമായി തീരും. നമ്മുടെ പിതാക്കന്മാർ പൂർവ്വപിതാക്കന്മാർ ദൈവത്തിന് വേണ്ടി ഇറങ്ങിയത് മുഖാന്തരം എന്നെയും നിങ്ങളെയും അടുത്ത തലമുറയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പൽക്കാലം ഞാൻ നിങ്ങളും സേവിക്കുന്നത്. The Lord we serve is faithful, has been faithful to our fathers, and He's blessed us abundantly because of their actions. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത ഉണ്ടല്ലോ, അവൻ മയങ്ങുന്നില്ല, അവൻ ഉറങ്ങുന്നില്ല. ഇസ്രായേലിൻ്റെ പരിപാലനമുണ്ടല്ലോ, അവൻ നമുക്ക് കാരണം ഓരോ ദിവസം നോക്കി നിന്ന് നമുക്ക് അനുഗ്രഹവും ബലവും നൽകുന്ന ദൈവമാണ്. The Lord whom we serve, He does not slumber, He does not sleep, and the protector of Israel always protects them. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ വേർപാടോടെ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ തലമുറകളും നമ്മോടൊപ്പം കടന്നു വരുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ദൈവം നമ്മളെ തലമുറയോളം വഴി നടത്തുവാൻ സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ഇടയായി തീർന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യകരവും മഹത്വകരമായ കാര്യമാണ്. ഈ വചനങ്ങൾ ആദ്യമായി കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. The fact that we are praising and worshiping the Lord here today is one of the greatest privileges that the Lord has given us, and let this be given to our succeeding generations as well, just as we stand in holiness and purity before them, so that they follow the Lord in fear and holiness. May the Lord bless us by these words.